നമുക്ക് ഇന്ന് മാത്സിന്റെ ക്ലാസ് ആണ്. നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ ആൽജിബ്ര മൊഡ്യൂളാണ്. നമ്മളെ മാത്സിലെ മൊഡ്യൂൾസിൽ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നതാണ് ലീനിയർ ആൽജിബ്ര. അപ്പം ജസ്റ്റ് നമ്മുടെ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ആക്ച്വലി ഒരു ബേസിക് ക്ലാസ് ആയിരിക്കും. അതായത് നമ്മുടെ ഈ ലീനിയർ ആൽജിബ്രയിലെ കുറച്ച് ബേസിക്സ് നിങ്ങൾക്ക് ഒന്ന് എന്താ പറയാ അതുമായിട്ടൊന്ന് പരിചയപ്പെട്ട് വരാനുള്ള ഒരു ക്ലാസ് ആണ്. നമ്മൾ ഇനി അടുത്തൊരു ഫ്യൂ മോർ ക്ലാസ്സസിലായിരിക്കും മെയിൻ ആയിട്ട് ഇതിന്റെ കൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ എന്താ പറയാ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ലെവലിലോട്ട് പോകുന്നു. ഇന്നത്തെ കുറച്ചുകൂടെ ഒരു ഈസി ക്ലാസ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ബിലീഫ്. അപ്പൊ ഇതിൽ കുറച്ച് ബേസിക് കാര്യങ്ങളും നിങ്ങൾക്ക് അത് വെച്ച് കുറെ പ്രോബ്ലംസും നമുക്ക് ചെയ്തു പോവാം സൈഡ് ബൈ സൈഡ് ഓരോ കൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ നമ്മുടെ ഈ ടോപ്പിക്സ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇവിടെ കാണാൻ പറ്റുന്നത് ലീനിയർ ആൽജിബ്രയിൽ വരുന്ന മെട്രിക്സ് ആൽജിബ്ര എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് മെട്രിക്സസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുമായിട്ട് അസോസിയേറ്റ് ലീനിയർ ഇക്വേഷൻസിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്. പിന്നെ റോ എഷ്ലോൺ ഫോം, മെട്രിക്സിന്റെ റാങ്ക്, പിന്നെ ലീനിയർ സിസ്റ്റത്തിന്റെ ഒരു ഫണ്ടമെന്റൽ തിയറം, പിന്നെ ഈഗൻ വാല്യൂസ് ആൻഡ് ഈഗൻ വെക്ടേഴ്സ്. ബേസിക്കലി ഇത്രയും ക്വസ്റ്റ്യൻസ് അല്ല ടോപ്പിക്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മാത്സിൽ നമുക്ക് 5 മൊഡ്യൂൾസ് ഉണ്ട്. ഞാൻ ഈ എല്ലാ മൊഡ്യൂൾസും വെച്ചതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ ഇമ്പോർട്ടൻസ് അറിയാൻ വേണ്ടിയിട്ടുണ്ട്. അതായത് കമ്പാരിറ്റീവ്ലി ഒരു ഈസിയർ ടോപ്പിക് ആണ് നമ്മുടെ. ആക്ച്വലി ഇതിലെ എല്ലാം അത്ര ടഫ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്നും അല്ല. എന്നാൽ പോലും നമുക്ക് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ലീനിയർ ആൽജിബ്ര എന്ന് പറഞ്ഞാൽ. പക്ഷെ അത് പഠിച്ചാൽ തന്നെ നമുക്ക് കിട്ടുന്നത് 8 മാർക്കോളമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊഡ്യൂൾ 3യും 5ഉം ഒക്കെ ഇത്രയും ടോപ്പിക്സും ഉണ്ട്. ബട്ട് 4 മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മിസ്സാക്കി കളയണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ 8 മാർക്കും മിസ്സാക്കാതെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു മൊഡ്യൂളാണ് ഇത്. അപ്പൊ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കുറച്ച് കാൽക്കുലേഷൻ സ്പീഡും കിട്ടിക്കഴിഞ്ഞാൽ ഈ 8 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾ ബാക്കി വേറെ മാത്സ് ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എല്ലായിടും നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ സ്പീഡ്, കാൽക്കുലേഷൻ സ്പീഡ്. ചിലപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ടിപ്സും ട്രിക്സും ഒക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ഉണ്ടാവും. ലൈക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ലൈക്ക് വളരെ സെക്കൻഡ്സിലൂടെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന മാത്സിലെ ക്വസ്റ്റ്യൻസ് കാണാം. ബട്ട് സ്റ്റിൽ മാത്തമാറ്റിക്സ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ചെയ്ത് നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ട മോഡലിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം 40 മാർക്കുള്ളതുകൊണ്ട് നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ്, ആ 40 ചോദ്യങ്ങളും കുറച്ച് മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യുന്നത് നിങ്ങൾക്ക് എത്ര കാര്യങ്ങൾ അറിയാമെന്നുള്ളതിലായിരിക്കില്ല, നിങ്ങൾക്ക് എത്ര ഫാസ്റ്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിലും ഇമ്പോർട്ടൻസ് ഇരിക്കും. കാരണം നമുക്ക് പഠിച്ചു വരുമ്പോഴറിയാം കുറെ ഓരോ ടോപ്പിക്സിലും നമുക്ക് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളത് സെക്ഷൻസ് വരും. അപ്പോൾ മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഓരോ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ അതിന്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. പ്രാക്ടീസ് കൂടുതൽ വേണ്ട സെക്ഷൻസ് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞുതരാം. അത് നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് ക്ലാസ്സിൽ ഒരു ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. അപ്പം കാര്യം പറഞ്ഞ് കുറച്ച് പ്രാക്ടീസ് ചെയ്യുമെങ്കിൽ നിങ്ങൾ ബാക്കി എത്ര എഫേർട്ട് ഇടുന്നു എന്നുള്ളത് പോലെ ഇരിക്കും നിങ്ങളുടെ മാർക്സ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഇന്നത്തെ സെക്ഷനിലുള്ള ലീനിയർ ആൽജിബ്ര. അതിൽ നമ്മൾ മെട്രിക്സ് ആൽജിബ്ര ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പൊ മെട്രിക്സ് ആൽജിബ്രയിൽ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റ് മെട്രിക്സ് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കാൻ വേണം. അപ്പൊ മെട്രിക്സ് ഒക്കെ ഇപ്പൊ നമുക്ക് +1 +2 പോലും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്കൊരു ബേസ് എന്തായാലും ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മെട്രിക്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് എന്താണ് ഒരു മെട്രിക്സ് എന്ന് നമുക്ക് അറിയണം, അല്ലെ? അപ്പൊ മെട്രിക്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിസ്റ്റം ഓഫ് നമ്പേഴ്സ് ആണ്. സിസ്റ്റം ഓഫ് നമ്പേഴ്സ്, ഇവിടെ mn നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ mnന്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് ഇനി നോക്കാം. അപ്പോൾ ഒരു റെക്ടാങ്കുലർ ഫോർമേഷനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ, അക്രോസ് റോസ് ആയിട്ടും കോളംസ് ആയിട്ടും പിന്നെ അതിന് നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇട്ടേക്കുന്ന ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, mn നമ്പേഴ്സ്. അതായത് ഇപ്പൊ എമ്മിന് ഞാനൊരു 1 എന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുക്കുന്നു, n എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 1 × 2 = 2. അപ്പൊ 2 നമ്പർ അടങ്ങുന്ന ഒരു റെക്ടാങ്കുലർ ഫോർമേഷൻ ആണ്. അതിനെ നമ്മൾ റോസിനെ, അതായത് റോ വൈസ് ആയിട്ടും ചിലപ്പോൾ നമ്മൾ കോളം വൈസ് ആയിട്ടും ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അതിന്റെ ചുറ്റും ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെട്രിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ m/n മെട്രിക്സ്. ഇതിൽ ഞാൻ പറഞ്ഞു ഈ എം നമ്പേഴ്സിനെ നമ്മൾ റോസിലാണ് വെക്കുന്നത്, അല്ലെ? ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറെ നമ്പേഴ്സ് ഇങ്ങനെ അടുക്കിയിട്ടുണ്ട്. അക്രോസ് റോസും പോയിട്ടുണ്ട്, കോളംസും പോയിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഇതില് m നമ്പേഴ്സ് എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ m എന്ന് ഉദ്ദേശിക്കുന്നത് m റോസിനെയാണ്. എന്താണ്?
എം റോസ് ആയിരിക്കും. അതേസമയം എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ നമ്പർ ഓഫ് കോളംസ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ പഠിക്കുന്ന ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വാക്കുണ്ട്, ഓർഡർ ഓഫ് ദി മെട്രിക്സ്. ഓർഡർ ഓഫ് ദി മെട്രിക്സ്. അപ്പൊ ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ്. ഈ ബൈ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് അതിനെ ഒരു മൾട്ടിപ്ലിക്കേഷന്റെ സിമ്പിൾ യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ എം ബൈ എൻ ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ എം നമ്പർ ഓഫ് റോസും എൻ നമ്പർ ഓഫ് കോളംസും ഉണ്ടെങ്കിൽ അതിന്റെ ഓർഡർ എന്തെന്ന് എഴുതാം? നമുക്ക് എം ബൈ എൻ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ച് നിങ്ങൾക്ക് ഇപ്പൊ അറിയാം, ഇവിടെ കുറച്ച് എക്സെട്ര പോലത്തെ സിമ്പിൾസ്, അതായത് ഇവിടെ ഇതിന്റെ ഇടയിൽ ഇനിയും റോസ് വരാം, കോളംസ് വരാം എന്ന രീതിക്ക് കാണിച്ചിരിക്കുന്നതാണ് ഈ ഒരു സിമ്പിൾ. പക്ഷെ നമ്മളിപ്പോ അസ്യൂം ചെയ്യാണ് ഈ ഇത്രയും വരികളെ ഉള്ളൂ എങ്കിൽ നമുക്ക് ഇതിന്റെ ഓർഡർ ഒന്ന് എഴുതി നോക്കാം. അതായത് ഇതിന് എത്ര റോസ് ഉണ്ടാവും? ഈ ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സിന് 1 2 3 4 5 6 റോസ് ഉണ്ട്. അപ്പൊ 6 ബൈ എത്ര കോളംസ് ഉണ്ട്? 1 2 3 4 കോളംസ് ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. മെട്രിക്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, അതിന്റെ ഓർഡർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ നമ്മൾ എപ്പോഴും മെട്രിക്സിനെ നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്നത് ഒരു ആൽഫബറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും. ക്യാപിറ്റൽ ലെറ്റർ ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ മെട്രിക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തരുവാണ്, ഇപ്പം ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് 6/4 ആണ് എങ്കിൽ അതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? നമ്മൾ ഈ A11 A12 ഇങ്ങനെ കൊടുത്തിരിക്കുന്നതെല്ലാം ഇതിന്റെ എന്താണ്? ഓരോ എലമെന്റ്സ് ആണ്. അതായത് ഒരു മെട്രിക്സിന്റെ നമ്മൾ ആ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇട്ടേക്കുന്ന എല്ലാ നമ്പേഴ്സും അതിന്റെ ഓരോ എലമെന്റ്സ് ആണ്. എന്താണ്? ഓരോ എലമെന്റ്സ് ആണ്. അപ്പൊ ഇതിന്റെ ഓർഡർ 6/4 ആണെങ്കിൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ, അതായത് m ഇൻറ്റു n, അത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 24 ആണ് അല്ലെ? അപ്പൊ 24 എലമെന്റ്സ് ഈ ഒരു മെട്രിക്സിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമുക്ക് നമ്പർ ഓഫ് എലമെന്റ്സും നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം, ഇതിന്റെ പൊസിഷൻസ്. നമ്മൾ ഈ m ബൈ n എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ m എന്ന് പറയുന്നത് റോസ് ആണ്, n എന്ന് പറയുന്നത് കോളംസ് ആണ്. അപ്പൊ ഇതിന്റെ എലമെന്റിനെ നമ്മൾ എങ്ങനെ വിളിക്കും? ഇപ്പോ ക്യാപിറ്റൽ ലെറ്റർ ആണ് നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ എ ആണ് മെട്രിക്സ് എന്ന് വെച്ചു എങ്കിൽ ഇതിന്റെ ഓരോ ലെറ്ററിനെ നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എ ആണെങ്കിൽ എ സ്മോൾ ലെറ്റർ യൂസ് ചെയ്യും. പിന്നെ ഈ ഓരോ പൊസിഷനും നമ്മൾ IJ എന്ന് വിളിക്കും. അതായത് IJ. ഈ IJ എങ്ങനെ എഴുതും? അതായത് ഇപ്പൊ ഫസ്റ്റത്തെ ഈ ഒരു എലമെന്റ് ഞാൻ എടുക്കുവാണ്. അപ്പൊ ഇത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിൽ വരുന്നതാണ് അതിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ A എന്ന് എഴുതിയിട്ട് ആദ്യം അത് ഏത് റോയിൽ വരുന്നു എന്നുള്ളത് എഴുതും, രണ്ടാമത് അത് ഏത് കോളത്തിൽ വരുന്നു എന്ന് എഴുതും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അതിന്റെ എലമെന്റിന്റെ പൊസിഷൻ കിട്ടി. അപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? AIJ എന്ന് പറയുന്നു. ഇത് എല്ലാ എലമെന്റ്സിന്റെ പൊസിഷൻ. അതിന് ഓരോ നമ്പേഴ്സ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുമ്പോഴാണ്, അതിന്റെ റോയും കോളത്തിന്റെ പൊസിഷൻ അസൈൻ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അതിന്റെ പൊസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നമ്പർ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു എലമെന്റ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ വരും? ഇത് 6ാമത്തെ റോയിലാണ് കിടക്കുന്നത്. അപ്പൊ A6. എത്രാമത്തെ കോളത്തിലാണ് വരുന്നത്? 4th കോളം. അപ്പൊ A64 ആയിരിക്കും ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ എലമെന്റ് എഴുതാനും നിങ്ങൾക്ക് ഇതിൽ കൂടെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഓർഡർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങളൊന്ന് വേഗം പറയാം. ഇപ്പൊ ഒരെണ്ണം ഞാൻ ചെയ്യാം. നമ്മൾ എന്താ ഓർഡർ എന്ന് പറയുന്നത്? റോ ബൈ കോളം ആയിരുന്നു അല്ലെ? റോ ബൈ കോളം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എത്ര റോസ് ഉണ്ട്? 1 2. അപ്പൊ 2 ബൈ 1 2 3 കോളംസ് ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത്. എങ്കിൽ ഇതിപ്പോ 2/3 ആണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളത് പറഞ്ഞ് ഇതിന്റെ ഒരു ആൻസർ പറഞ്ഞ എത്രയാ ഓർഡർ എന്നുള്ളത്? 3/2. അതെ, റൈറ്റ്, 3/2. നമുക്ക് 3 റോസ് ഉണ്ട്, 2 കോളംസ്. ഇതിന്റെതോ? 1/2. 1/2. ഓക്കെ, എല്ലാരും നോട്ട് ചെയ്ത് പോവുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഇതിന്റെതോ? ഈ 4th വൺ? 3/4. 3 റോസും 4 കോളംസ് അല്ലേ?
ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. ഇനി നമുക്ക് അടുത്തത് എലമെന്റ്സ് ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഓരോ മെട്രിക്സിലും A12 എന്ന പൊസിഷനിലും A32 എന്ന പൊസിഷനിലുമുള്ള എലമെന്റ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് റോയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റൂ A12 എന്ന് പറയുന്നത് ഏതാണെന്നുള്ളത്? ഓക്കെ, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ് 3. ഇനി ഈ അല്ല A32 കൂടെ ഉണ്ടല്ലേ, A32 ഏതാ ഇതില്? 6. തേർഡ് റോയിലെ സെക്കൻഡ് കോളം 6. ഇനി ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേ. A1 2 3 A32 ഇല്ല. എന്താണ്? ക്ലിയർ ആയില്ല. A1 2 3. A12 എന്ന് പറയുന്നത് A32 ഇല്ല. കാരണം നമുക്ക് എത്ര 3 കോളം ഒന്നും ഇല്ല ഇവിടെ, 3 റോസ് ഇല്ല ഇവിടെ, ആകെ ഒറ്റ റോയും 2 കോളമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു എലമെന്റ് ഇവിടെ ഇല്ല. ഇനി ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ A12 എത്രയാണ്? A12 -1 A32 5. A12 -1 A32 5. ഓക്കെ, കറക്റ്റ്. ഓക്കെ, ഗുഡ്. അപ്പൊ ഇത്രയാണ് നമുക്ക് എലമെന്റ്സിന്റെ കാര്യം വരുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, നിങ്ങൾക്ക് വായിച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ അസ്യൂം ചെയ്യുക XYZ W ആൻഡ് P എന്ന് പറഞ്ഞിട്ട് കുറച്ച് മെട്രിസസും അവരുടെ ഓർഡേഴ്സും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 7x - 5z എന്ന മെട്രിക്സിന്റെ ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കണ്ടീഷനും പറഞ്ഞിട്ടുണ്ട് n = P എന്നുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഫസ്റ്റ് X Y Z W P ഇതിന്റെയൊക്കെ ഓർഡേഴ്സ് എത്രയാണ്? ഓർഡേർഡ് പെയർ അല്ല, ഓർഡർ ഓഫ് ദ മെട്രിക്സ് എത്രയാണ്? 2/n 3/k 2/p n/3 p/k. പിന്നെ ഒരു കണ്ടീഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? n = P അല്ലേ, n = P എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 7x - 5z ചെയ്യുമ്പോൾ ഒരു മെട്രിക്സ് റിസൾട്ട് ആയിട്ട് കിട്ടും അല്ലെ, അതിന്റെ ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം, ആ കൺസെപ്റ്റ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു മെട്രിക്സ് ഉണ്ട്, ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ 1 2 3 4 ഇതിന്റെ കൂടെ ഞാൻ ഒരു നമ്പർ ആഡ് ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ 7 തന്നെ ഞാൻ എടുത്ത് ആഡ് അല്ല മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പൊ 7 ഇതെന്ന് പറഞ്ഞ എക്സ് എന്ന മെട്രിക്സ് ആണ്, ഞാൻ അതിൻ്റെ കൂടെ 7 മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ 7 അകത്തേക്ക് ചെന്നിട്ട് ഓരോ എലമെന്റിലും മൾട്ടിപ്ലൈ ആവും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്കെയിലർ ആയിട്ടുള്ള ഒരു നമ്പർ പുറത്ത് കിടക്കുമ്പോൾ അകത്തേട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു എന്നും പറഞ്ഞ് നമ്മുടെ ഓർഡറിന് ഇവിടെ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. ആ എലമെന്റിന്റെ വാല്യൂസ് മാറുന്നു എന്നല്ലാണ്ട് ഓർഡർ ഡസൻറ്റ് ചേഞ്ച്. ഏത് സമയത്ത്? സ്കെയിലർ മൾട്ടിപ്ലിക്കേഷന്റെ സമയത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് 7x 5z ഒന്നും കാൽക്കുലേറ്റ് ചെയ്യണ്ട, x - zന്റെ മെട്രിക്സ് അറിഞ്ഞാൽ മതി. ഇനി x - z ചെയ്യണമെങ്കിൽ അതും ഒരു പോയിന്റ് ആണ്. നമുക്കിപ്പോ അഡിഷനും സബ്ട്രാക്ഷനും ചെയ്യണമെങ്കിൽ രണ്ട് മെട്രിക്സിന്റെയും ഓർഡർ സെയിം ആയിരിക്കണം. ഓർഡർ ഓഫ് മെട്രിസസ് ഷുഡ് ബി സെയിം ടു ക്യാരി ഔട്ട് അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അത് ഇനിയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, മെട്രിക്സിന്റെ കാൽക്കുലേഷൻസ് പഠിക്കുമ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയും കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ അഡിഷനും സബ്ട്രാക്ഷനും ചെയ്യുമ്പോഴും നമുക്ക് ഓർഡർ ഓഫ് ദ മെട്രിക്സ് സെയിം ആവണം. അതായത് ഇപ്പൊ ഞാനിപ്പോ ഈ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ഒരു മെട്രിക്സ് ഉണ്ട്, അതിന്റെ കൂടെ എനിക്ക് 1 2 എന്ന് പറഞ്ഞിട്ട് ഒരു മെട്രിക്സിനെ ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഫസ്റ്റിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2/2 ആണെങ്കിൽ സെക്കൻഡിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2/1 ആണ്. അപ്പൊ ഇത് ഈക്വൽ അല്ല. അപ്പൊ നമുക്ക് അഡിഷൻ പറ്റില്ല. ഇപ്പം ഈ മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് പറ്റുമായിരുന്നോ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ? ഈ ഒരു കേസില് പറ്റുമോ ഇല്ലയോ? അത് ക്ലിയർ ആയില്ലേ? ആ പോയിന്റ് ഞാൻ ഒന്നുകൂടെ പറയണോ? ചെയ്യാൻ പറ്റും അല്ലെ? ഓക്കെ. കാരണം എന്താണ്, നമ്മൾ ഇതിന്റെ രണ്ടിന്റെയും ഓർഡർ എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പം 2 റോസ് 1 കോളം, ഇവിടെയും 2 റോസ് 1 കോളം. അപ്പൊ ഇത് രണ്ടും ഓർഡർ സെയിം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെ ആഡ് ആവുന്നത്? 1 + 1 2 എന്ന് പറഞ്ഞിട്ട് ഈ ഫസ്റ്റ് എലമെന്റും ആഡ് ചെയ്യും, സെക്കൻഡ് എലമെന്റും ആഡ് ചെയ്ത് 4. ഇങ്ങനെയായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പോ നമുക്ക് ഇവിടെ നോക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ, x - z ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന എന്താണ്? x - z ചെയ്യുമ്പോൾ രണ്ടിന്റെയും ഓർഡർ എന്ന് പറയുന്നത്
സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരത്തിന്റെയും ഓർഡർ എന്താണ്? ഈ എക്സിന്റെയോ സെയിം എക്സിന്റെയോ ഇസഡിന്റെയോ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് നോക്കാം. എക്സിന്റെയും ഇസഡിന്റെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? 2/n ഉം 2/p ആണ് അല്ലെ? 2/n ഉം 2/p ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? എന്നും പിയും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ ഒന്നുകിൽ ഇത് രണ്ടും സെയിം ആണ്, കാരണം എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ സബ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം വിച്ച് മീൻസ് ഈ 2/n ഉം 2/p യും സെയിം ആണ്. പിന്നെ അത് അല്ലാതെ തന്നെ നമുക്കറിയാം, കാരണം ഒരു ഇക്വേഷനിൽ തന്നിട്ടുണ്ട് n is equal to p എന്നുള്ളത്. അപ്പൊ 2/n എന്ന് പറയുന്നതും 2/p എന്ന് പറയുന്നത് സെയിം ആണ്. നമുക്ക് കിട്ടുന്ന റിസൾട്ട്, അതായത് 7x - 5z ചെയ്യുമ്പോൾ കിട്ടുന്നതിന്റെ ഓർഡറും 2/n അല്ലെങ്കിൽ 2/p ആയിരിക്കും. അപ്പൊ നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ എവിടെയുണ്ട്? 2/n ഉണ്ട്, 2/p ഉണ്ടോ? 2/n ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പിന്നെ ജസ്റ്റ് 1-2 കൺസെപ്റ്റും കൂടെ പറഞ്ഞു തന്നപ്പോൾ ഒരു ലെങ്തി ആയിട്ട് തോന്നിയതാണ്. പക്ഷെ നിങ്ങൾക്ക് ആ ഓർഡറിന്റെ കൺസെപ്റ്റ് മനസ്സിലെങ്കിൽ വളരെ വിത്തിൻ സെക്കൻഡ്സ് ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? എക്സിന്റെ ഇസഡിന്റെയും ഒന്ന് എഴുതി നോക്കുക. എക്സിന്റെ ഓർഡറും പിന്നെ ഇസഡിന്റെ ഓർഡറും എഴുതി നോക്കുക, കമ്പയർ ചെയ്യുക, ഉത്തരം എഴുതുക. അത്രയും ടൈം എടുക്കുള്ളൂ ഇതിന്. ഓക്കെ, ക്ലിയർ ആണോ ഇത്?